ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇടിച്ചക്ക തോരനാണ് കേട്ടോ. അപ്പൊ ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമായി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ ഒരു ചക്ക ചെറുതായിട്ടൊന്ന് കുരുവൊക്കെ വരാൻ തുടങ്ങിയിട്ട്, കുരു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരു നന്നായിട്ട് കൂട് കൂട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇടിച്ചക്കയിൽ നിന്നും കുറച്ചൊരു മാറ്റം, ഒരു മൂപ്പ് വന്നിട്ടുണ്ട്. നല്ല ഇടിച്ചക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും ചക്കപ്പേരി ഉണ്ടാക്കാനായിട്ട് നല്ലത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടുനോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചക്കയൊക്കെ ചക്കയുടെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ചക്കയുടെ മൂക്ക് എന്നൊക്കെ പറയുമല്ലോ, നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല കേട്ടോ. ആ ഒരു ഭാഗവും ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ 2 വിസിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഒരു അരവ് കൂടി തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ചധികം തന്നെ നാളികേരം എടുത്തിട്ടുണ്ട്. ഒരു വലിയ മുറി നാളികേരമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നാളികേരമൊക്കെ കൂടുതൽ ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും ചക്കപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി ഇതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചക്കയൊക്കെ ഒരു ഗ്യാസ് ഒക്കെ ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ, അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇല്ലാതിരിക്കാനും അതുപോലെ നമ്മൾ ഈ വെളുത്തുള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റും കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു 3 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എരിവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ചക്ക വേവിക്കുന്ന സമയത്ത് മഞ്ഞപ്പൊടി ഇടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ ഉപ്പേരി ഒരുപാട് മഞ്ഞ കളറായി പോകും. പക്ഷെ എനിക്കൊരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നമ്മൾ അരവിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ ചക്കയുടെ വിസിലൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്, പ്രഷറൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നൊന്നുമില്ല. ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. ഇങ്ങനെ കുത്തിയെടുക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉടഞ്ഞു പോവില്ല. നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ക്രഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചക്ക ഒരുപാട് അങ്ങോട്ട് ഒരു അളിഞ്ഞൊരു പരുവൊക്കെ ആയി പോകും. ഇതാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചക്ക കിട്ടും. ഇനി നമുക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഈ എണ്ണയൊക്കെ നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ ചട്ടി പുകയാനൊക്കെ ആയിട്ട് തുടങ്ങും. നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചപ്പോൾ തന്നെ അതൊന്ന് പുക വരാൻ തുടങ്ങിയത് കണ്ടില്ലേ. അതുകൊണ്ട് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ മൺചട്ടിയിലൊക്കെ ഇതുപോലെ വറവൊക്കെ ഇട്ട് എടുക്കുമ്പോൾ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിപ്പോ നമ്മൾ കടുക് ചേർത്ത് കൊടുത്തു. കടുക് നന്നായിട്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 10 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നടുമുറിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു ഇടിച്ചക്ക ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ എണ്ണയും കടുകും കൂടിയിട്ട് ഇതൊന്നൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ ഇടിച്ചക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലിങ്ങനെ ഉടയാതെ കിടക്കുന്ന വല്ല കഷ്ണങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അരച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു മഞ്ഞൾപ്പൊടി കുറച്ച് കളർ കുറവായിട്ട് തോന്നി. അതുകൊണ്ട് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ഈ ഒരു ഉപ്പേരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ചക്കയിലേക്ക് ഉപ്പ് കറക്റ്റ് ആണോ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ അരവിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പും മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ചക്കപ്പേരിയില് ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഇനി നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള നമ്മൾ ആ തേങ്ങയുടെ ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്തത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ചക്കനി വേവാനൊന്നുമില്ല, പക്ഷെ നമ്മൾ ഈ ഒരു അരവും അതുപോലെ തന്നെ നമ്മൾ ചക്കയും കൂടി ഇരുന്നിട്ട് ഒന്ന് നന്നായിട്ട് അതിന്റെ സ്മെല്ലും അതിന്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ ചക്കയിൽ പിടിക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് പിന്നെ മൺചട്ടി ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. കാരണം നമ്മൾ ഇതിൽ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ. ഇനി ഇതൊരു അടച്ചു വെച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് ചക്കയൊക്കെ നന്നായിട്ട് നമ്മൾ ആ ഒരു തേങ്ങ മിക്സ് ഉണ്ടല്ലോ അതുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ ഒരു മണം ഉണ്ട്, അതൊരു അസാധ്യമാണ് കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് കഴിക്കാനൊക്കെ തോന്നില്ല, അതുപോലത്തെ ഒരു സ്മെല്ലൊക്കെ വരാനായി തുടങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. നമ്മളെ ചക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.